വീണ്ടും ഒരിക്കൽ കൂടി കഥാലോകത്തേക്ക് സ്വാഗതം. ഓരോ പൗരന്റെയും ജീവനും സ്വത്തും സംരക്ഷിക്കുന്ന ചുമതല ഭരണാധികാരിയിൽ നിക്ഷിപ്തമായിരിക്കെ ആ ധർമ്മം പരിപാലിക്കപ്പെടാതെ പോയതിനെതിരെ സ്വന്തം ജീവൻ ചിതയിലൊടുക്കി പ്രതിഷേധിച്ച ചെമ്പകവല്ലി പിന്നീട് യക്ഷിയായി അവതരിച്ച ഈ കഥയൊന്ന് കേട്ടുനോക്കൂ. തിരുനെൽവേലിയിലെ വള്ളിയൂരിലെ കൊള്ളസംഘത്തെ ഭയന്ന് 72 ബ്രാഹ്മണ കുടുംബം നാടും വീടും ഉപേക്ഷിച്ച് പത്മനാഭപുരത്ത് താമസമാക്കി. കുലശേഖര പെരുമാളായിരുന്നു അക്കാലത്ത് വേണാട് വാണിരുന്നത്. രാജാവ് അഭയം തേടി വന്നവരെ സ്വീകരിച്ചു. അവർക്ക് വീടുകളും പണിയിച്ചു കൊടുത്തു. നാടുകൾ തോറും ചുറ്റി നടന്ന് വസ്ത്രവ്യാപാരം ചെയ്യുന്നവരായിരുന്നു ഈ കുടുംബങ്ങളിലെ പുരുഷന്മാർ. ഈ പുരുഷ സംഘത്തിലെ വ്യാപാരികളിൽ പ്രമാണിയായിരുന്നു അനന്തകുട്ടി പട്ടർ. അദ്ദേഹത്തിന്റെ ഭാര്യ ചെമ്പകവല്ലി. ഇവർക്ക് സന്താനഭാഗ്യം ഇല്ലായിരുന്നു. അങ്ങനെ പത്മനാഭപുരത്ത് താമസിച്ചു വന്ന ഈ വ്യാപാരികളിൽ ഭൂരിഭാഗം പേരും സമ്പന്നരായിത്തീർന്നു. ഒരിക്കൽ നാടു ചുറ്റി കച്ചവടം നടത്തിയ ഇവർ വൈക്കത്തെ ഉദയനാപുരത്തെത്തിച്ചേർന്നു. ശക്തമായ മഴ കാരണം അവർ ഒരു വഴിയമ്പലത്തിൽ വിശ്രമിക്കാനിരുന്നു. കള്ളന്മാരുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ പണം മുഴുവൻ എണ്ണിത്തിട്ടപ്പെടുത്തി ഭദ്രമാക്കി കുറച്ചുപേർ അതിന് കാവലിരുന്നു. കുറച്ചുപേർ ഉറക്കമാവുകയും ചെയ്തു. ഈ വ്യാപാര സംഘത്തെ കേട്ടറിഞ്ഞ കൊള്ളക്കാർ അവിടെ എത്തുകയും വ്യാപാരികളുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. അങ്ങനെ ആ ഏറ്റുമുട്ടലിൽ വ്യാപാര സംഘത്തിലെ പ്രധാനി അനന്തകുട്ടി പട്ടർ കൊല്ലപ്പെട്ടു. ഇത് കണ്ട് ബാക്കി വ്യാപാരികൾ അലമുറ കൂട്ടുന്നതിനിടെ കൊള്ളക്കാർ അവരുടെ പണമെല്ലാം എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു. അനന്തകുട്ടി പട്ടരുടെ മൃതദേഹം അവിടെ ഒരിടത്ത് തന്നെ സംസ്കരിക്കുകയും അതിനു മുമ്പായി അദ്ദേഹത്തിൻ്റെ വലംകൈയിലെ ചെറുവിരൽ നാട്ടിലെ മരണാനന്തര ക്രിയകൾക്കായി മുറിച്ചെടുത്ത് വ്യാപാരികൾ കൊണ്ടുവന്നു. ഭർത്താവിൻ്റെ ചെറുവിരലുമായി മടങ്ങിവന്ന വ്യാപാരി സംഘത്തിനു മുന്നിൽ ചെമ്പകവല്ലി അലമുറയിട്ട് കരഞ്ഞു. ചെറുവിരൽ മൃതദേഹതുല്യം സംസ്കരിക്കുവാൻ വലിയ ചിത തന്നെ ഒരുക്കി. ആചാരപ്രകാരം ചെമ്പകവല്ലി തല മൊട്ടയടിച്ചു. അവിടേക്കെത്തിയ രാജാവിന് മുൻപിൽ ചെമ്പകവല്ലി ആർത്തലച്ച് കരഞ്ഞു. പണമോ ഭൂമിയോ എന്തു വേണമെങ്കിലും രാജാവ് അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും തൻ്റെ ഭർത്താവിന് പകരമാവില്ലെന്നും ഭർത്താവിനൊരുക്കിയ ചിതയിൽ സതി അനുഷ്ഠിക്കുക എന്നതായിരുന്നു അവളുടെ ഉറച്ച തീരുമാനം. രാജാവ് പലതരത്തിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും അവൾ ചെവിക്കൊണ്ടില്ല. ചിതയ്ക്ക് തീ പടർന്നതും അവൾ തൊഴുകയോടെ അനന്തകുട്ടിപ്പട്ടരുടെ വിരൽത്തുമ്പും ചേർത്ത് നിന്നു. അങ്ങനെ ചെമ്പകവല്ലിയുടെ ശരീരം കത്തിയെരിഞ്ഞു. ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹം കൈവരിച്ച ചെമ്പകവല്ലി ഉദയഗിരിയിലെ ആൽത്തറയിൽ യക്ഷിയായി അവതരിച്ചു എന്നും പിന്നീട് മേലാങ്കോട്ടെ യക്ഷിയമ്പലത്തിൽ കുടികൊണ്ടു എന്നും ഐതിഹ്യം. ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് പറയുക. താങ്ക്